ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഈഫ് എന്ന് പറയുന്ന ഈ ഒരു ചെറിയ വേർഡിൻ്റെ പാർട്ട് 1 അതുപോലെ പാർട്ട് 2 ആണ് പഠിച്ചത് അല്ലേ? പാർട്ട് 1-ൽ നമ്മൾ ഈഫിൻ്റെ ഒന്നാമത്തെ ഉപയോഗം പഠിച്ചു. എന്താണ് ഈഫിൻ്റെ ഒന്നാമത്തെ ഉപയോഗം? ശീലങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് പാർട്ട് 2 ഈഫിൻ്റെ രണ്ടാമത്തെ ഉപയോഗം എന്താണ്? ഭാവിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമെന്ന് പറയുന്നതിന് വേണ്ടിയിട്ട്. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തതാണ് ഈഫിൻ്റെ മൂന്നാമത്തെ ഉപയോഗമാണ് സങ്കല്പിക്കുക. എന്ന് വെച്ചാൽ പ്രസൻറ്റിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ, പ്രസൻറ്റിൽ അല്ലെങ്കിൽ ഭാവിയിൽ ഒരു കാര്യം ചെയ്യും എന്ന് സങ്കല്പിക്കുക, സങ്കല്പം. അതുപോലെ 90% ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സംശയമുള്ളത് ഈഫിൻ്റെ മൂന്നാമത്തെ ഉപയോഗമാണ്. നമ്മുടെ ഒന്നാമത്തെ ഉപയോഗം ശീലങ്ങൾ, ഇതിനെ നമ്മൾ വിളിക്കും സീറോ കണ്ടീഷൻ. ജസ്റ്റ് പേരാണ് അറിഞ്ഞിരുന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈഫിൻ്റെ രണ്ടാമത്തെ ഉപയോഗമാണ് ഭാവിയിൽ എന്തെങ്കിലും കാര്യം ചെയ്യുമെന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇതിനെ നമ്മൾ വിളിക്കും ഫസ്റ്റ് കണ്ടീഷൻ, അറിഞ്ഞിരുന്നാൽ മതി. അത് കഴിഞ്ഞിട്ടാണ് ഈഫിൻ്റെ മൂന്നാമത്തെ ഉപയോഗം, അതിനെ വിളിക്കും നമ്മൾ എന്താ പറയുക, സെക്കൻഡ് കണ്ടീഷൻ. എന്താ വിളിക്കുക? സെക്കൻഡ് കണ്ടീഷൻ. ഏറ്റവും കൂടുതൽ സംശയമുള്ള ഒരു കണ്ടീഷനാണിത്. അപ്പോൾ അതുകൊണ്ട് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ സ്കിപ്പ് അടിക്കാതെ കാണുക. അപ്പോൾ ഒന്നുകൂടി പറയാം, നമ്മുടെ ഈഫിൻ്റെ മൂന്നാമത്തെ ഉപയോഗമാണ് സങ്കല്പിക്കാൻ വേണ്ടിയിട്ട്, ഇമാജിനേഷൻ. ഓക്കെ, ഇമാജിനേഷൻ എന്ന് വെച്ചാൽ ഇതിനെ വിളിക്കും സെക്കൻഡ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിരിക്കണം സങ്കല്പം, ഇമാജിനേഷൻ. പ്രസൻറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് സങ്കല്പിക്കുക. ഒരു ഉദാഹരണം പറയാം. നമ്മൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു മനോഹരമായ വീട് കാണുകയാണ്. മനോഹരമായ വീട് കാണുകയാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കുകയാണ്, ഹോ, എൻ്റെ അടുത്ത് പണം ഉണ്ടായിരുന്നെങ്കിൽ ഞാനും ഇതുപോലൊരു വീട് എടുക്കുമായിരുന്നു. എൻ്റെ അടുത്ത് പണം ഉണ്ടായിരുന്നെങ്കിൽ ഞാനും ഇതുപോലൊരു വീട് എടുക്കുമായിരുന്നു. കണ്ടോ, ഇത് ഞാൻ പ്രസൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. പ്രസൻറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച്, പാസ്റ്റ് അല്ല. ഇനി അടുത്ത ഉദാഹരണം പറയാം. നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തിരിക്കുകയാണ്. അങ്ങനെ ബസ് കാത്തിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിലൂടെ അതിമനോഹരമായ ഒരു BMW കാർ ഇങ്ങനെ പോവുകയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ കാണുകയാണ്, നിങ്ങൾ കണ്ട് പറയുകയാണ്, എൻ്റെ അടുത്ത് പണം ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലത്തെ 4 കാർ ഞാൻ വാങ്ങിയേനെ. എൻ്റെ അടുത്ത് പണം ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലത്തെ 4 കാർ ഞാൻ വാങ്ങിയേനെ. കണ്ടോ, ഇതെന്താണ്? ഇതെൻ്റെ സങ്കല്പമാണ്. പാസ്റ്റാണോ? അല്ല, ഇതെൻ്റെ പ്രസൻറ്റ് സങ്കല്പമാണ്. അല്ലെങ്കിൽ ഭാവിയിൽ ഞാൻ സങ്കല്പിക്കുകയാണ്. പ്രസൻറ്റിലോ അല്ലെങ്കിൽ ഭാവിയിലോ ഞാൻ സങ്കല്പിക്കുകയാണ്. ഇങ്ങനെ സങ്കല്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് പറയുമോ, ഈഫിൻ്റെ മൂന്നാമത്തെ ഉപയോഗം ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടേ പറഞ്ഞ് എന്താണ്, നമ്മുടെ ഈഫിൻ്റെ മൂന്നാമത്തെ ഉപയോഗം സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയാം. ഈ സെക്കൻഡ് കണ്ടീഷൻ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വന്നിരിക്കണം ഇമാജിനേഷൻ, സങ്കല്പം. ഇനി നമുക്ക് എങ്ങനെ സെൻറ്റൻസ് ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് എന്താ പറയുക, ഈഫ് എന്ന് പറയുന്ന വേർഡിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കേണ്ടത് സിമ്പിൾ പാസ്റ്റ് ആണ്. എന്താണ് സിമ്പിൾ പാസ്റ്റ്? സിമ്പിൾ പാസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ വെർബ് സെക്കൻഡ് ഫോം. എന്ന് വെച്ചാൽ നമുക്കറിയാം, ഗോ എന്ന് പറയുന്ന വെർബിൻ്റെ സെക്കൻഡ് ഫോമാണ് വെന്റ് ആണല്ലോ. അതുപോലെ കം എന്ന് പറയുന്ന വെർബിൻ്റെ സെക്കൻഡ് ഫോമാണ് കെയിം. ഇതുപോലെ നമുക്ക് ഉപയോഗിക്കേണ്ടത് സെക്കൻഡ് ഫോമാണ്. ഓക്കെ, ഈഫിൻ്റെ കൂടെ സെക്കൻഡ് ഫോം. അത് കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു ക്ലോസ് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരുന്ന ചെറിയ സെൻറ്റൻസ്, ആ സെൻറ്റൻസ് നമുക്ക് വുഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുഡ് ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മൈറ്റ് ഉപയോഗിക്കാം. അതിൻ്റെ കൂടെ വെർബ് ഫസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താർത്ഥം? പ്രസൻറ്റിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമെന്ന് സങ്കല്പിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഓരോന്നും നോക്കാം. ഉദാഹരണം, നമ്മുടെ ഒന്നാമത്തെ ഉദാഹരണമാണ് എന്ത്? കണ്ടോ, നീ ഇവിടെ വന്നിരുന്നെങ്കിൽ നിനക്ക് അവളെ കാണാമായിരുന്നു. നീ ഇവിടെ വന്നിരുന്നെങ്കിൽ നിനക്ക് അവളെ കാണാമായിരുന്നു. ഇതിന് 2 സങ്കല്പമുണ്ട്. എങ്ങനെ? ഇത് പ്രസൻ്റ് ആവാം അല്ലെങ്കിൽ പാസ്റ്റും ആവാം. ഞാൻ പറയാണ്, ഞാൻ നിങ്ങളെ ഫോൺ ചെയ്യുകയാണ്. ഹലോ, നിങ്ങൾ ഫോൺ എടുത്തു, സംസാരിക്കുകയാണ്. ഹലോ, നിങ്ങൾ ഇന്ന് വൈകുന്നേരം ഇവിടെ വരുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ പറയാണ്, ഇന്ന് വൈകുന്നേരം ഒരു പ്രോഗ്രാമുണ്ട്. ഇന്ന് വൈകുന്നേരം ഒരു പ്രോഗ്രാമുണ്ട്. ഞാൻ ചോദിക്കുകയാണ്, ഇന്ന് വൈകുന്നേരം നിങ്ങൾ ഇവിടെ വരുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ പറയാണ്, ഹേയ്, ഇന്ന് വൈകുന്നേരം എനിക്ക് വരാൻ കഴിയില്ല. അപ്പോൾ ഞാൻ പറയാണ്, ഹോ, നിങ്ങൾ വന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് അവളെ കാണാമായിരുന്നു. നിങ്ങൾ വന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് അവളെ കാണാമായിരുന്നു. ഇതെന്താണ്? ഇത് എൻ്റെ സങ്കല്പമാണ്, ഫ്യൂച്ചർ. ഉണ്ടോ? ഇത് ഫ്യൂച്ചറിലെ സങ്കല്പമാണ്. പ്രസൻറ്റോ ഫ്യൂച്ചറോ ആണെങ്കിൽ സങ്കല്പം പ്രസൻറ്റിലോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലോ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സ്ട്രക്ചറാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറയും, കണ്ടോ, ഞാൻ ഇങ്ങനെ പറയും,
If you came here, no, simple past. If you came here, you would meet her. You would meet her. എന്താ പറഞ്ഞ്? If you came here, you would meet her. നീ ഇവിടെ വന്നിരുന്നെങ്കിൽ നിനക്ക് അവളെ കാണാമായിരുന്നു. ഓക്കെ. ഇനി 2 ദിവസം കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ കാണുകയാണ്. നിങ്ങൾ പറയാണ്, ഓ, നിങ്ങൾ 2 ദിവസം മുന്നേ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ അവിടെ ആ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ വന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് അവളെ കാണാമായിരുന്നു. 2 ദിവസം മുന്നേ ഒരു പ്രോഗ്രാം നടന്നു, ആ പ്രോഗ്രാമിൽ നിങ്ങൾ വന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് അവളെ കാണാമായിരുന്നു. ഇതെന്താണ്? ഇത് പാസ്റ്റാണ്. ഇത് പാസ്റ്റിലെ സങ്കല്പമാണ്. അങ്ങനെ സങ്കല്പം പാസ്റ്റിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഈ ഒരു സ്ട്രക്ചർ ഉപയോഗിക്കരുത്. അവിടെ ഉപയോഗിക്കുന്നത് ഈ ഒരു സ്ട്രക്ചറാണ്. ഈഫിൻ്റെ കൂടെ പാസ്റ്റ് പെർഫെക്റ്റ്. കണ്ടോ? പാസ്റ്റ് പെർഫെക്റ്റ്, ഹാഡ് പ്ലസ് വെർബ് തേർഡ് ഫോം. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഡ് പ്ലസ് വെർബ് തേർഡ് ഫോം. അത് കഴിഞ്ഞിട്ട് പിന്നെ വുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് തേർഡ് ഫോം. ഇവിടെ ഹാവ് എക്സ്ട്രാ വന്നു. എക്സ്ട്രാ വന്നതുകൊണ്ട് നമുക്കിവിടെ വെർബ് ഫസ്റ്റ് ഫോം അല്ല ഉപയോഗിക്കേണ്ടത്, വെർബ് തേർഡ് ഫോം ആണ്. അതിൻ്റെ കാരണം നമുക്കറിയാം, ഹാവിൻ്റെ കൂടെ വെർബ് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വെർബ് തേർഡ് ഫോം ആയിരിക്കണം. നോ വെർബ് ഫസ്റ്റ്, വെർബ് സെക്കൻഡ് ഫോം, വെർബ് ing ഫോം, ഓൺലി വെർബ് തേർഡ് ഫോം. ഓക്കെ. ഹാവിൻ്റെ കൂടെ എപ്പോഴും വെർബ് തേർഡ് ഫോം ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പം എങ്ങനെ വരും? ഉണ്ടോ? സെയിം സെൻറ്റൻസ്. ഇഫ് യു ഹാഡ് കം ഹിയർ, ഇഫ് യു ഹാഡ് കം ഹിയർ, യു വുഡ് ഹാവ് മെറ്റ് ഹെർ. യു വുഡ് ഹാവ്, വുഡ് പ്ലസ് ഹാവ് പ്ലസ് തേർഡ് ഫോം. ഉണ്ടോ? തേർഡ് ഫോം. യു വുഡ് ഹാവ് മെറ്റ് ഹെർ. ഉണ്ടോ? മീനിങ് സെയിം ആണ്. നമ്മുടെ മലയാളത്തിലെ മീനിങ് സെയിം ആണ്. പക്ഷേ സങ്കല്പം പ്രസൻറ്റിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കേണ്ടത് ഈ ഒരു സ്ട്രക്ചറാണ്, സിമ്പിൾ പാസ്റ്റ്. ഈഫിൻ്റെ കൂടെ സിമ്പിൾ പാസ്റ്റ്. അതല്ല സങ്കല്പം പാസ്റ്റിലാണെങ്കിലോ നമുക്ക് ഈഫിൻ്റെ കൂടെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുന്നത്, മറക്കരുത്. ഓക്കെ. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയാണ്? ഏതാണ്? ഈ പ്ലസ് സിമ്പിൾ പാസ്റ്റ് ആണ്. ഓക്കെ. സ്പോക്കൺ ഇംഗ്ലീഷിലും എപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ഇതാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അതിൻ്റെ കാരണം നമ്മൾ നോർമലായിട്ട് സങ്കല്പിക്കുന്നത് പ്രസൻറ്റിലാണ്. പ്രസൻറ്റിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിലാണ് നമ്മൾ സങ്കല്പിക്കാറ്, അല്ലാതെ പാസ്റ്റിലല്ല. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഉദാഹരണം നോക്കാം. ഇവർ നന്നായി കളിച്ചിരുന്നെങ്കിൽ നമുക്ക് മാച്ച് ആസ്വദിക്കാമായിരുന്നു. ഉദാഹരണം പറയാണ്, നിങ്ങൾ സ്റ്റേഡിയത്തിൽ, ഓക്കെ, നിങ്ങൾ എല്ലാവരും സ്റ്റേഡിയത്തിൽ ഇരുന്നു കൊണ്ട് കളി കാണുകയാണ്, ഫുട്ബോൾ കാണുകയാണ്. അപ്പോൾ നിങ്ങൾ പറയാണ്, ഓ, ഇവരൊന്ന് നന്നായി കളിച്ചിരുന്നെങ്കിൽ നമുക്കൊന്ന് എൻജോയ് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് പറയാം. ഇത് നമ്മുടെ സങ്കല്പമാണല്ലേ? ഇതെന്താണ്? നമ്മൾ സങ്കല്പിക്കുകയാണ്. എവിടെ? പ്രസൻറ്റിൽ അല്ലേ? പ്രസൻറ്റിൽ നമ്മൾ സങ്കല്പിക്കുകയാണ്. അങ്ങനെ സങ്കല്പിക്കുമ്പോൾ സങ്കല്പം പ്രസൻറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ആണെങ്കിൽ ഇതാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. എങ്ങനെ? കേട്ടോ? ഇഫ് ദേ പ്ലേഡ് വെൽ എന്താ പറഞ്ഞ്? സിമ്പിൾ പാസ്. ഇഫ് ദേ പ്ലേഡ് വെൽ, അവർ നന്നായി കളിച്ചിരുന്നെങ്കിൽ വി കുഡ് എൻജോയ് ദ മാച്ച്, നമുക്ക് മാച്ച് എൻജോയ് ചെയ്യാൻ കഴിയുമായിരുന്നു. നമുക്കിവിടെ വുഡ് ഉപയോഗിക്കാം, കുഡ് ഉപയോഗിക്കാം, അതുപോലെ മൈറ്റ് ഉപയോഗിക്കാം, ഏതും ഉപയോഗിക്കാം. ഏതും ഉപയോഗിക്കാവുന്നതാണ്. ഒന്ന് പറയാം, ഇഫ് ദേ പ്ലേഡ് വെൽ വി കുഡ് എൻജോയ് ദ മാച്ച്. അവർ നന്നായി കളിച്ചിരുന്നെങ്കിൽ നമുക്ക് മാച്ച് ആസ്വദിക്കാമായിരുന്നു. ഇനി മാച്ച് കഴിഞ്ഞു. ഓക്കെ. ഫുട്ബോൾ മാച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ അവരെ കാണുകയാണ്. നമ്മൾ പറയുകയാണ്, ഹോ, മാച്ച് കഴിഞ്ഞു, പാസ്റ്റാണ്. ഓക്കെ. നിങ്ങൾ നന്നായി കളിച്ചിരുന്നെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാമായിരുന്നു. പാസ്റ്റാണ്. ഇത് പാസ്റ്റിലെ സങ്കല്പമാണ്. പാസ്റ്റിലെ സങ്കല്പമാണെങ്കിൽ ഇത് ഉപയോഗിക്കരുത്, നമുക്ക് ഉപയോഗിക്കേണ്ടത് ഇതാണ്. കേട്ടോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സെയിം സെൻറ്റൻസ്. എന്താണ്? സെൻറ്റൻസ് സെയിം ആണ്. നമുക്ക് ആ സങ്കല്പം പ്രസൻറ്റിലുമാവാം, പാസ്റ്റിലുമാവാം, അല്ലെങ്കിൽ ഫ്യൂച്ചറിലാവാം, അല്ലെങ്കിൽ പാസ്റ്റിലാവാം. പാസ്റ്റിലാണെങ്കിൽ നമ്മൾ ഇത് ഉപയോഗിക്കും, പ്രസൻറ്റിൽ ഫ്യൂച്ചറിലാണെങ്കിൽ ഇത് ഉപയോഗിക്കും. ഒന്ന് നോക്കാം. ഇവിടെ ഞാൻ പറയാണ്, നമ്മുടെ ഫുട്ബോൾ മാച്ച് കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞ ശേഷം കാണുകയാണ് അവരെ കണ്ട് പറയുകയാണ്, ഓ, നിങ്ങൾ അന്ന് നന്നായി കളിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ കഴിയുമായിരുന്നു, അല്ലെങ്കിൽ എൻജോയ് ചെയ്യുമായിരുന്നു എന്ന് പറയും. പാസ്റ്റ് ആണല്ലോ. പാസ്റ്റ് ആയതുകൊണ്ട് മാത്രം നമ്മൾ എന്ത് ഉപയോഗിക്കും? പാസ്റ്റ് പെർഫെക്റ്റ്. ഇഫ് ദേ ഹാഡ് പ്ലേഡ് വെൽ, അവർ നന്നായി കളിച്ചിരുന്നെങ്കിൽ വി കുഡ് ഹാവ് എൻജോയ്ഡ്. കണ്ടോ?
കുഡ് പ്ലസ് ഹാവ് പ്ലസ് തേർഡ് ഫോം. വി കുഡ് ഹാവ് എൻജോയ്ഡ് ദ മാച്ച്. ഞങ്ങൾ അല്ലെങ്കിൽ നമുക്ക് മാച്ച് ആസ്വദിക്കാമായിരുന്നു. ഇനി നമ്മുടെ മൂന്നാമത്തെ ഉദാഹരണമാണ്, നോക്കാം. എൻ്റെ അടുത്ത് പണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് തന്നേനെ. എൻ്റെ അടുത്ത് പണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് തന്നേനെ. നിങ്ങൾ എന്നോട് പണം ചോദിക്കാം. ജസ്റ്റ് ഇമാജിൻ, ചിന്തിക്കും. നിങ്ങൾ എന്നോട് പണം ചോദിക്കുകയാണ്. അല്ല, നിങ്ങളുടെ കയ്യിൽ ഒരു 100 രൂപയുണ്ടോ? നിങ്ങളുടെ കയ്യിൽ ഒരു 100 രൂപയുണ്ടോ? അപ്പം ഞാൻ പറയാണ്, ഓ, എൻ്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നേനെ. എൻ്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നേനെ. ഇതെന്താണ്? ഇത് ഞാൻ സങ്കല്പിക്കുകയാണ് പ്രസൻറ്റിൽ. കണ്ടോ, പ്രസൻറ്റിലെ സങ്കല്പിക്കുകയാണ്. അങ്ങനെ സങ്കല്പിക്കുമ്പോൾ നമുക്ക് എഴുതേണ്ടത് ഇതാണ്, സിമ്പിൾ പാസ്റ്റ് എന്ന് ഉപയോഗിക്കുകയാണ്. സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, സിമ്പിൾ പാസ്റ്റ്. ഇനി ഞാൻ പറയാണ്, ഞാൻ നിങ്ങളോട് ഒരാഴ്ച മുന്നേ 100 രൂപ ചോദിച്ചായിരുന്നു. നിങ്ങളന്ന് തന്നിരുന്നില്ല. അപ്പം നിങ്ങൾ പറയാണ്, അന്ന് എൻ്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നേനെ. അന്ന് എൻ്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നേനെ. ഇത് പാസ്റ്റാണ്. പാസ്റ്റിൽ ഞാൻ സങ്കല്പിക്കുകയാണ്. അങ്ങനെ പാസ്റ്റിൽ ഞാൻ സങ്കല്പിക്കുമ്പോൾ അവിടെ നമുക്ക് ഉപയോഗിക്കേണ്ടതോ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്നാണ് പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ഒരേ സെൻറ്റൻസ് നമുക്ക് രണ്ട് സെക്ഷനിൽ എഴുതാൻ കഴിയും. ഒന്നാമതാണ് ഇഫ് ഐ ഹാഡ് മണി. കേട്ടോ, ഹാഡ് എന്താണ്? ഹാഡ് വെർബ് സെക്കൻഡ് ഫോം ആണ്. ഹാവ് എന്ന് പറയുന്ന, ഹാവ് ഉണ്ട്, ഹാവ് എന്ന് പറയുന്ന വെർബിൻ്റെ സെക്കൻഡ് ഫോം ആണ് ഹാഡ്. ഉണ്ടായിരുന്നു ആണല്ലോ. കേട്ടോ, ഇഫ് ഐ ഹാഡ് മണി, എൻ്റെ അടുത്ത് പണം ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ഗിവ് യു, ഞാൻ നിനക്ക് തന്നേനെ. എൻ്റെ അടുത്ത് പണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് തന്നേനെ. എന്താണ്? പ്രസൻറ്റിലാണ്. ഇനി നമ്മൾ പറയുകയാണെന്ത്? ഓ, അന്ന് എൻ്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അന്ന് തന്നേനെ. ഇത് പാസ്റ്റാണ്. പാസ്റ്റിൽ നമ്മൾ സങ്കല്പിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ടത് എന്താണെന്ന് പറയുമോ? പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഡ് പ്ലസ് തേർഡ് ഫോം. എന്താണ്? ഹാഡ് പ്ലസ് തേർഡ് ഫോം. ഇതിൽ ഓൾറെഡി ഒരു ഹാഡ് ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഹെൽപ്പിംഗ് വെർബ്. കണ്ടോ, ഇഫ് ഐ ഹാഡ്. ഈ ഒരു ഹാഡ് എന്താണ്? ഈ ഒരു ഹാഡാണ് നമ്മുടെ ഹെൽപ്പിംഗ് വെർബ് പാസ്റ്റ് പെർഫെക്റ്റിൽ. അത് കഴിഞ്ഞിട്ട് വെർബ് തേർഡ് ഫോം. നമ്മുടെ വെർബ് എന്താണ്? ഹാവ് ആണ്. ഹാവിൻ്റെ തേർഡ് ഫോം എന്താണ്? തീർച്ചയായിട്ടും ഹാവിൻ്റെ തേർഡ് ഫോം ആണ് ഹാഡ്. അപ്പോൾ ഒരു ഹാഡും കൂടി നമുക്ക് ചേർക്കേണ്ടി വരും. ഇതിൽ നമ്മുടെ ഈ ഒരു ഹാഡ് എന്താണ്? ഹെൽപ്പിംഗ് വെർബ് ഹാഡ്. ഇതെന്താണ്? ഇത് ഉണ്ട് എന്ന് പറയുന്നതിനുള്ള ഹാവിൻ്റെ തേർഡ് ഫോം ആണ് ഹാഡ്. അപ്പം എന്തായി? ഇഫ് ഐ ഹാഡ് മണി, എൻ്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ഗിവൺ യു. ഉണ്ടോ? വുഡ് പ്ലസ് ഹാവ് പ്ലസ് തേർഡ് ഫോം. ഐ വുഡ് ഹാവ് ഗിവൺ യു, ഞാൻ നിനക്ക് തന്നേനെ. നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഇതാണ്. ഏതാണ്? ഇഫ് ഐ ഹാഡ് മണി ഐ വുഡ് ഗിവ് യു. എന്താ കാരണം അറിയോ? അതിന് കാരണം നമ്മൾ സാധാരണയായിട്ട് സങ്കല്പിക്കാറ് പ്രസൻറ്റിലോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലാണ്, അല്ലാതെ പാസ്റ്റിലല്ല നമ്മൾ സങ്കല്പിക്കാറ്. ഓക്കെ, ഇനി നമ്മുടെ നാലാമത്തെ ഉദാഹരണമാണ്, ഞാൻ പണക്കാരനായിരുന്നെങ്കിൽ ഞാൻ ഒരു കാറ് വാങ്ങിയേനെ. നമ്മുടെ മുന്നിലൂടെ ഒരു മനോഹരമായ കാറ് പോവുകയാണ്. ആ കാറ് കണ്ടിട്ട് നമ്മൾ പറയാണ്, ഹോ, ഞാനൊരു പണക്കാരനായിരുന്നെങ്കിൽ ഞാനും ഇതുപോലെ ഒരു കാറ് വാങ്ങിയേനെ. ഇത് എൻ്റെ പ്രസൻറ്റിലെ സങ്കല്പമാണ്. എൻ്റെ പ്രസൻറ്റിലെ സങ്കല്പമാണ്. അപ്പോൾ ഞാൻ എന്ത് ഉപയോഗിക്കും? സിമ്പിൾ പാസ്റ്റ്. എന്താ ഉപയോഗിക്കുക? സിമ്പിൾ പാസ്റ്റ്. കണ്ടോ, ഇഫ് ഐ വേർ റിച്ച്. ഇവിടെ വേർ എന്ന് പറഞ്ഞല്ലോ, വേർ. ഈ വേർ എന്താണ്? വെർബ് സെക്കൻഡ് ഫോം ആണ്. സിമ്പിൾ പാസ്റ്റ് ആണ്. നമുക്കറിയാം ഈസ്, ആം, ആർ എന്ന് പറയുന്ന ഈ ഒരു വെർബിൻ്റെ അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബിൻ്റെ അല്ലെങ്കിൽ വെർബിൻ്റെ സെക്കൻഡ് ഫോം ആണ് വാസ് വേർ. അല്ലേ? എന്താണ്? വാസ് വേർ. ഈ ഒരു വെർബിൻ്റെ സെക്കൻഡ് ഫോം ആണ് വാസ് വേർ ആണല്ലോ. നമ്മൾ സാധാരണയായിട്ട് അതിൻ്റെ കൂടെ വാസ് ആണ് ഉപയോഗിക്കുക. ഐ വാസ്, ഷീ വാസ്, ഹീ വാസ്. പക്ഷേ നമ്മൾ സങ്കല്പിക്കുമ്പോൾ ഞാൻ ഒരു ഡോക്ടർ ആയിരുന്നെങ്കിൽ, ഞാനൊരു എഞ്ചിനീയർ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു പണക്കാരനായിരുന്നെങ്കിൽ, ഇതുപോലെ സങ്കല്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാസ് അല്ല ഉപയോഗിക്കുക. എപ്പോഴും നമ്മൾ എന്ത് ഉപയോഗിക്കുക? വേറാണ് ഉപയോഗിക്കുക. ഷീ വേർ, ഹീ വേർ, ഐ വേർ. എപ്പോഴും നമ്മൾ വേറാണ് ഉപയോഗിക്കേണ്ടത്. അത് സബ്ജക്റ്റ് ഏതാണെങ്കിലും വിഷയമല്ല. എപ്പോഴും നമ്മൾ എന്താ ഉപയോഗിക്കുക? വേറാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അത് മറക്കരുത്. ഇഫ് ഐ വേർ റിച്ച്, ഞാൻ പണക്കാരനായിരുന്നെങ്കിൽ ഐ വുഡ് ബൈ എ കാർ, ഞാനൊരു കാർ വാങ്ങിയേനെ. എന്നാണ് എൻ്റെ പ്രസൻറ്റിലെ അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ സങ്കല്പമാണ്. ഇനി ഞാൻ സങ്കല്പിക്കുകയാണ് എങ്ങനെ? പാസ്റ്റായിട്ട്. ഒരുപാട് പാസ്റ്റ്.
ഞാൻ അന്ന് പണക്കാരനായിരുന്നെങ്കിൽ ഞാൻ അന്ന് തന്നെ കാറ് വാങ്ങിയേനെ, അല്ലെങ്കിൽ എന്നോ ഞാൻ കാറ് വാങ്ങിയേനെ. കണ്ടോ, അന്ന് ഞാൻ പണക്കാരനായിരുന്നെങ്കിൽ ഞാൻ എന്നോ കാറ് വാങ്ങിയേനെ. ഇതെൻ്റെ പാസ്റ്റിലെ സങ്കല്പമാണ്. അങ്ങനെ സങ്കല്പം പാസ്റ്റ് ആണെങ്കിലോ തീർച്ചയായിട്ടും നമുക്ക് ഇതല്ല ഉപയോഗിക്കേണ്ടത്, ഇതാണ് ഉപയോഗിക്കേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ്. കണ്ടോ, ഇഫ് ഐ ഹാഡ് പ്ലസ് തേർഡ് ഫോം, ബി എന്താണ് തേർഡ് ഫോം ആണ്. കണ്ടോ, ഈസ് എം ആർ ഫസ്റ്റ് ഫോം അല്ലേ, സെക്കൻഡ് ഫോം വാസ് വേർ, തേർഡ് ഫോം ആണ് ബീൻ, നമ്മുടെ തേർഡ് ഫോം ആണ് ബീൻ. അപ്പോൾ എന്തായി, ഇഫ് ഐ ഹാഡ് ബീൻ റിച്ച്, ഞാൻ പണക്കാരനായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ബോട്ട് എ കാർ, വുഡ് ഹാവ് പ്ലസ് തേർഡ് ഫോം, ഐ വുഡ് ഹാവ് ബോട്ട് എ കാർ, ഞാനൊരു കാർ വാങ്ങിയേനെ. അപ്പം പറഞ്ഞു വരുന്നത്, നമ്മുടെ സങ്കല്പം പ്രസൻറ്റിലോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലോ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് എപ്പോഴും ഈഫിൻ്റെ കൂടെ സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ നമ്മുടെ സങ്കല്പം പാസ്റ്റ് ആണെങ്കിലോ തീർച്ചയായിട്ടും നമുക്ക് ഇതാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇതാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പം മലയാളത്തിൽ മീനിങ് അർത്ഥം സെയിം ആണെങ്കിലും പക്ഷെ ഇംഗ്ലീഷിൽ നമുക്ക് രണ്ട് രീതിയിൽ എഴുതാൻ കഴിയും. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? സിമ്പിളാണ്. ഞാൻ പറയുകയാണ്, ഇവിടെ ഞാൻ ഉദാഹരണം പറയാം സിമ്പിളായിട്ട്. നമ്മുടെ ഒന്നാമത്തെ ഉദാഹരണം ഉണ്ടല്ലോ, നീ ഇവിടെ വന്നിരുന്നെങ്കിൽ നിനക്ക് അവളെ കാണാമായിരുന്നു. ഞാൻ ഈ ഒരു സെൻറ്റൻസിൽ ടൈം കൊടുക്കുകയാണ്. ടൈം എങ്ങനെ? ഇന്ന് വൈകുന്നേരം ഒരു പ്രോഗ്രാം ഉണ്ട്. ഓക്കെ, ഞാൻ നിങ്ങൾ പറയാണ്, ഹലോ, ഇന്ന് വൈകുന്നേരം ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു എനിക്ക് വരാൻ കഴിയില്ല. ഞാൻ പറയാണ്, ഓ, ഇന്ന് വൈകുന്നേരത്തെ പ്രോഗ്രാമിൽ നീ വരികയാണെങ്കിൽ അല്ലെങ്കിൽ വന്നിരുന്നെങ്കിൽ, ഇന്നത്തെ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം നീ വന്നിരുന്നെങ്കിൽ നിനക്ക് അവളെ കാണാമായിരുന്നു. ഇപ്പം നമുക്ക് അറിയാം ഇതിൽ ഒരേ ഒരു സ്ട്രക്ചർ വരാൻ പാടുള്ളൂ. ഏതാണ്? ഇത് മാത്രം അല്ലേ? ഇത് തെറ്റാണ്. അങ്ങനെ ആകുമ്പോൾ ടൈം തരികയാണെങ്കിൽ തെറ്റാണ്. കാരണം എന്താ? നമ്മൾ ഫ്യൂച്ചറിലോ നമ്മുടെ ഫ്യൂച്ചറിലെ സങ്കല്പമാണ്. ഫ്യൂച്ചർ ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതാണ് ഉപയോഗിക്കേണ്ടത്. ക്ലിയർ? ഓക്കെ, ഇനി ഞാൻ ഒന്നും പറയാം. ഇനി ഞാൻ പറയുകയാണ്, ഞാൻ ഒരു പക്ഷി ആയിരുന്നെങ്കിൽ ഞാൻ ആകാശത്തിൽ പറക്കുമായിരുന്നു. എന്താണ്? ഞാൻ ഒരു പക്ഷി ആയിരുന്നെങ്കിൽ, ഇഫ് ഐ വേർ എ ബേർഡ്, ഞാൻ ഒരു പക്ഷി ആയിരുന്നെങ്കിൽ ഐ വുഡ് ഫ്ലൈ. ഉണ്ടോ? ഐ വുഡ് ഫ്ലൈ ഇൻ ദ സ്കൈ. എന്തായി? ഇഫ് ഐ വേർ എ ബേർഡ്, ഞാനൊരു പക്ഷി ആയിരുന്നെങ്കിൽ ഐ വുഡ് ഫ്ലൈ ഇൻ ദ സ്കൈ, ഞാൻ ആകാശത്തിൽ പറക്കുമായിരുന്നു. ഇവിടെ സബ്ജക്റ്റ് ഏതാണെങ്കിലും കുഴപ്പമില്ല, ഹി ആണെങ്കിലും കുഴപ്പമില്ല, ഷീ ആണെങ്കിലും കുഴപ്പമില്ല, ഏതാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഉപയോഗിക്കേണ്ടത് വേറാണ്. അത് മറക്കരുത്. കാരണം നമ്മൾ പ്രസൻറ്റിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ആയിരുന്നെങ്കിൽ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് സങ്കല്പിക്കുമ്പോൾ എപ്പോഴും നമ്മൾ വേറാണ് ഉപയോഗിക്കേണ്ടത്. അത് മറക്കരുത്. ക്ലിയർ? ഇഫ് ഐ വേർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ ഇൻ ദ സ്കൈ. ഇപ്പം ഞാൻ പറയാണ്, ഞാൻ നിങ്ങളായിരുന്നെങ്കിൽ അവിടെ പോകുമായിരുന്നു. കണ്ടോ? ഞാൻ നിങ്ങളായിരുന്നെങ്കിൽ അവിടെ പോകുമായിരുന്നു. അങ്ങ് പറയാം, ഇഫ് ഐ വേർ യു, ഞാൻ നിങ്ങളായിരുന്നെങ്കിൽ എന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് പകരം ഞാനായിരുന്നെങ്കിൽ ഞാൻ അവിടെ പോകുമായിരുന്നു. ഇഫ് ഐ വേർ യു ഐ വുഡ് ഗോ ദെയർ. ഓക്കെ, ഐ വുഡ് ഗോ ദെയർ. ഇവിടെ നമുക്ക് വുഡിന് പകരം കുഡ് ഉപയോഗിക്കാം, മൈറ്റ് ഉപയോഗിക്കാം, ഒന്നും കുഴപ്പമില്ല. ക്ലിയർ? ഇഫ് ഐ വേർ യു ഐ വുഡ് ഗോ ദെയർ. നിങ്ങൾക്ക് പകരം അല്ലെങ്കിൽ ഞാൻ നിങ്ങളായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ നിങ്ങളായിരുന്നെങ്കിൽ ഞാൻ അവിടെ പോകുമായിരുന്നു. ഇനി എനിക്ക് ഇത് മാത്രം പറയണം. എങ്ങനെ? ഞാൻ ആഗ്രഹിക്കുന്നു ഞാനൊരു ഡോക്ടർ ആയിരുന്നുവെങ്കിൽ എന്ന്. ഞാൻ ആഗ്രഹിക്കുന്നു ഞാനൊരു വക്കീലായിരുന്നെങ്കിൽ. ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഒരു എഞ്ചിനീയർ ആയിരുന്നെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എങ്ങനെ? ഈഫ് എഴുതാതെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഐ വിഷ്. എന്താ ഐ വിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഐ വിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നു അല്ലേ? സിമ്പിൾ പേഴ്സൺ, ഐ വിഷ്, ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വേർ എ ഡോക്ടർ. കണ്ടോ? ഐ വിഷ്, ഞാൻ ആഗ്രഹിക്കുന്നു, ഐ വേർ എ ഡോക്ടർ, ഞാനൊരു ഡോക്ടർ ആയിരുന്നെങ്കിൽ എന്ന്. അപ്പോൾ ഇവിടെ വേറെന്താണ്? ഇത് പാസ്റ്റ് ആണോ? പാസ്റ്റ് അല്ല. ഇതെന്താണ്? പ്രസന്റ് ആണ് അല്ലേ? ഐ വിഷ് തീർച്ചയായിട്ടും പ്രസന്റ് ആണ്. അതുപോലെ ഇതും എന്താണ്? പ്രസന്റ് ആണ്. ഐ വിഷ് ഐ വേർ എ ഡോക്ടർ, ഞാൻ ആഗ്രഹിക്കുന്നു ഞാനൊരു ഡോക്ടർ ആയിരുന്നെങ്കിൽ എന്ന്. ഞാൻ ആഗ്രഹിക്കുന്നു ഞാനൊരു പക്ഷി ആയിരുന്നെങ്കിൽ എന്ന് പറയാം. ഐ വിഷ് ഐ വേർ എ ബേർഡ്. ഓക്കെ,
ഇവിടെ ബോസ് എഴുതരുത്, അല്ലാതെ ഇവിടെ എം ഇവിടെ കണ്ടോ, ഇവിടെ എം എഴുതിയാലോ ഐ വിഷ് ഐ എം എ ഡോക്ടർ, ഐ എം എ ബേർഡ്. നിങ്ങൾ എം എഴുതി കഴിഞ്ഞാൽ എന്താണ്, അതിവിടെ ശരിക്കും പക്ഷിയായി, ശരിക്കും നിങ്ങൾ ഇതായി പക്ഷിയായി. അതുകൊണ്ടാണ് നമ്മൾ സങ്കല്പിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് വേറാണെങ്കിലും ഇതിൻ്റെ അർത്ഥം പാസ്റ്റ് അല്ല കേട്ടോ. ഇതിൻ്റെ അർത്ഥം എന്താണ്, പാസ്റ്റ് അല്ല. ഇത് പ്രസൻറ്റിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾ സങ്കല്പിക്കുകയാണ്. ഓക്കെ, ഞാൻ ആഗ്രഹിക്കുന്നു ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ, ഞാൻ ആഗ്രഹിക്കുന്നു ഞാനൊരു വക്കീലായിരുന്നെങ്കിൽ. ഐ വിഷ് ഐ വേർ എ ലോയർ. ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ നിങ്ങളായിരുന്നെങ്കിൽ, അല്ലേ അല്ലേ പറയാറില്ല ഇങ്ങനെ, ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് പകരം ഞാനായിരുന്നെങ്കിൽ പറയാം. ഐ വിഷ്, ഞാൻ ആഗ്രഹിക്കുന്നു, ഐ വിഷ് ഐ വേർ യു, ഐ വിഷ് ഐ വേർ യു. ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് പകരം ഞാനായിരുന്നെങ്കിൽ എന്ന്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നു. അങ്ങനെയുള്ള സെൻറ്റൻസുകളൊക്കെ നമ്മൾ ഇങ്ങനെ എഴുതുക. ഐ വിഷ് ഐ വേർ യു, ഐ വിഷ് ഐ വേർ എ ഡോക്ടർ, ഐ വിഷ് ഐ വേർ എ ലോയർ, എഞ്ചിനീയർ, എന്തും എഴുതാം. ഓക്കെ, ഇനി നിങ്ങളൊരു 3-4 സെൻറ്റൻസ് എഴുതിയിട്ട് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അയക്കുക. അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ.